എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 15-ാം തീയതി പുതിയതായി OTT-യിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവിയെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഒരു മലയാള മൂവിയാണ് പള്ളിച്ചട്ടമ്പി. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് പള്ളിച്ചട്ടമ്പി. ടൊവിനോ തോമസിനെ കൂടാതെ കയാദു ലോഹർ, വിജയരാഘവൻ, സിദ്ദിഖ്, ബാബുരാജ്, സുധീർ കരമന എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സോണി ലീവ് ആണ്. ജൂലൈ മാസം 24 മുതൽ മലയാളം, ഹിന്ദി, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാളം പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് അനന്തൻകാട്. GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആര്യ, ഇന്ദ്രൻസ്, മുരളി ഗോപി, നിഖില വിമൽ, വിജയരാഘവൻ എന്നിങ്ങനെ ഒരു വലിയ താരനിരനെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കോട് OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ഇംഗ്ലീഷ് റൊമാന്റിക് ഡ്രാമ ചിത്രമാണ് വോതറിംഗ് ഹൈ. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് കിത്തിനി. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ഈ സിനിമ വയനാട്ടിലെ ഒരു മലയോര ഗ്രാമത്തിൽ നടക്കുന്ന ദുരൂഹമായ സംഭവങ്ങളും ഒരു യക്ഷികഥയുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. വിനയ് ഫോർട്ട്, ജോണി ആന്റണി, ജോയ് മാത്യു, സുധീഷ്, ആരതി നായർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. മനോരമ മാക്സിലൂടെ ജൂലൈ 17 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു കന്നഡ മൂവിയാണ് ദ ഡെവിൾ. കന്നഡ സൂപ്പർ താരം ദർശൻ ഇരട്ട വേഷത്തിലെത്തുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രകാശ് വീറാണ്. C5-ലൂടെ ജൂലൈ മാസം 17 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. തെലുങ്ക് ആക്ഷൻ ഡ്രാമ ചിത്രമാണ് മാ ഇന്ദി ബംഗാരം. നന്ദിനി റെഡ്ഡിയുടെ സംവിധാനത്തിൽ സാമന്ത റൂത്ത് പ്രഭു പ്രധാന വേഷത്തിലെത്തിയ മൂവിയാണ് മാ ഇന്ദി ബംഗാരം. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂലൈ മാസം 17 ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് 3 BHK. സിദ്ധാർത്ഥ്, ആർ ശരത് കുമാർ, ദേവയാനി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ശ്രീ ഗണേഷ് രചനയും സംവിധാനം നിർവഹിച്ച ഈ സിനിമ മനോരമ മാക്സിലൂടെ അടുത്ത തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ഹോളിവുഡ് ഹൊറർ ത്രില്ലർ ചിത്രമാണ് പാസഞ്ചർ. കാമുകൻ ടൈലറോടൊപ്പം ഗർഭിണിയായ മാഡി ഒരു കാരവാനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അജ്ഞാതമായ വാഹനവുമായി കൂട്ടിയിടിക്കുകയും തുടർന്ന് അവർ നേരിടേണ്ടി വരുന്ന ഭയാചനകമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഈ മാരകമായ അപകടത്തിന് ശേഷം ആ പ്രദേശത്ത് ഒളിച്ചിരുന്ന ഒരു നിഗൂഢ ശക്തി അവരെ പിന്തുടരുകയും അതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു കന്നഡ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ ചിത്രമാണ് കമൽ ശ്രീദേവി. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 17 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് ലെനിൻ. അഖിൽ അക്കിനേനി, ഭാഗ്യശ്രീ ബോഷ്സെ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ റൂറൽ ആക്ഷൻ ഡ്രാമ ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് കിഷോർ അംബുരിയാണ്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം 14 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു അമേരിക്കൻ സർവൈവൽ ഹൊറർ അഡ്വഞ്ചർ ചിത്രമാണ് ദ ഡെവിൾ മൗത്ത്. തായ്ലാന്റിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന 5 സുഹൃത്തുക്കൾ അവിടെയുള്ള ദ ഡെവിൾസ് മൗത്ത് എന്ന് വിളിക്കുന്ന കടലിനടിയിലുള്ള ഒരു ഗുഹയിലേക്ക് ഒരു ഗൈഡിന്റെ സഹായത്തോടെ നീന്തി പോവുകയും ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തിടക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോവുകയും അതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ജൂലൈ മാസം 29 മുതൽ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇത് വളരെയധികം ജനപ്രീതി ആർജിച്ച ഒരു അമേരിക്കൻ ആക്ഷൻ അഡ്വഞ്ചർ വെബ് സീരീസ് ആണ് ഔട്ടർ ബാങ്ക്സ്. ഔട്ടർ ബാങ്ക്സ് പരമ്പരയിലെ ഫൈനൽ സീസണാണിത്. ഈ ഹിറ്റ് ആക്ഷൻ അഡ്വഞ്ചർ സീരീസ് ഓഗസ്റ്റ് മാസം 20 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മേം വാപ്പസ് ആവൂങ്ക. ഇംതിയാസ് അലി സംവിധാനം ചെയ്ത് നസറുദ്ദീൻ ഷാ, ദിൽജിത്ത് ദോസഞ്ച്, ഷർവാരി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഇമോഷണൽ റൊമാന്റിക് ചിത്രമാണ് മേം വാപ്പസ് ആവൂങ്ക. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ഓർമ്മകളും നഷ്ടപ്രണയവും പ്രമേയമാക്കി ഒരു വൈകാരികമായ ഡ്രാമ ചിത്രമാണിത്. ഹൃദയസ്പർശിയായ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച അനുഭവമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 7 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സിനിമയാണ് ബാക്ക് റൂംസ്. 20 വയസ്സുകാരനായ യൂട്യൂബറാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ഫർണിച്ചർ ഷോപ്പ് ഉടമ തന്റെ കടയുടെ ബേസ്മെന്റിൽ ഒരു രഹസ്യവാതിൽ കണ്ടെത്തുന്നതും ഈ വാതിലിലൂടെ അകത്ത് കൊടുക്കുന്ന അയാൾ എത്തിപ്പെടുന്നത് മഞ്ഞച്ചുമരുകളും കാർപ്പറ്റ് വിരിച്ച തറയും ഫ്ലോറസെന്റ് ലൈറ്റുകളുടെ നിർത്താതെയുള്ള ശബ്ദവുമുള്ള അവസാനമില്ലാത്ത ഭയപ്പെടുത്തുന്ന മുറികളിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടുത്തെ ഏകാന്തതയും നിഗൂഢതയും കൂടാതെ ഭയപ്പെടുത്തുന്ന ചില അമാനുഷിക ജീവികളും ഒളിച്ചിരിപ്പുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അയാൾ നടത്തുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മിത്തോളജിക്കൽ ഫാന്റസി അഡ്വഞ്ചർ മൂവിയാണ് നാഗബന്ധം ദ സീക്രട്ട് ട്രഷർ. അഭിഷേക് നാമ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിരാട് കർണ, നഭ നദീഷ്, ഐശ്വര്യ മേനോൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഇന്ത്യയിലുള്ള 108 പുരാതന വിഷ്ണു ക്ഷേത്രങ്ങളുടെ നിഗൂഢമായ രഹസ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക് ഭാഷയിൽ ജൂലൈ മാസം 31 മുതലും മലയാളം, ഹിന്ദി ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകളിൽ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലും OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്.